ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ്, എല്ലായിടത്തും നല്ല മഴയല്ലേ? ഗംഭീര മഴയാണല്ലേ ഇപ്പോൾ. എല്ലാ സ്ഥലത്തും റോഡുകളും കുളങ്ങളും ഒക്കെ നിറഞ്ഞ് റോട്ടിൽ കുണ്ടും കുഴിയിലൊക്കെ വെള്ളമാണ്. അപ്പടി റോഡിന് കാവ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. അല്ല, കാവ കയറാത്ത സ്ഥലത്താണ് റോഡ് വെച്ചെങ്കിൽ ആ റോഡൊക്കെ പൊട്ടി പോയിട്ടുണ്ടാവും. ഞാനിപ്പോൾ വീഡിയോയിൽ വരാൻ കാരണം എന്താ വെച്ചാൽ ഒന്നല്ല, നമ്മളെപ്പോഴും കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇലക്ട്രിസിറ്റിയിലേക്ക് വിളിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയിലേക്ക് വിളിക്കുമ്പോൾ ഈ കാറ്റും മഴയത്തും അവരും ഈ പറഞ്ഞമാതിരി നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ തന്നെയല്ലേ അവരും. കാര്യം അവർക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലിയാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ അവരുടെ ജീവനും ഒരു മനുഷ്യജീവൻ തന്നെയാണല്ലോ. നമ്മളൊക്കെ എപ്പോഴും വിളിക്കുക അവരെന്നെ. വിളിക്കുമ്പോൾ നമ്മൾക്ക് ഫോൺ വേഗം എടുത്തില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. ചിലപ്പോൾ അവർ ഈ കോളിങ്ങനെ അധികം ചെല്ലുന്ന കാരണം കൊണ്ടാവാൻ ചിലപ്പോൾ അതിൻ്റെ ഫോണിൻ്റെ ഇത് മാറ്റി വെച്ചിട്ടുണ്ടാവും. പല സ്ഥലത്തും അങ്ങനെ. പിന്നെ നമ്മളെപ്പോഴും വിളിക്കുമ്പോൾ അങ്ങനെ നമ്പർ ബിസി എന്നാണ് കാണിക്കല്. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും ഈ പെരുമഴയത്ത് അവർ ലൈനിൻ്റെ പോസ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ട് ലൈനിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പാവം തോന്നും. കാരണം ഇത്രയും കാറ്റും മഴയത്ത് അവരുടെ ജീവനെന്നല്ല, അവരുടെ ജീവനും അവർക്ക് പേടിയുണ്ടാവും. പേടിയില്ല എന്നല്ല പറയണത്. പക്ഷേ എല്ലാവരുടെയും ജീവിത പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ലേ എല്ലാവരും ഈ കിടന്ന് ഓടുന്നത്. ഞാനും ചിലപ്പോൾ ഇലക്ട്രിസിറ്റിയിലേക്കൊക്കെ വിളിച്ചിട്ട് ചിലപ്പോൾ എടുക്കണ കണ്ടില്ലെങ്കിൽ എനിക്കും ചിലപ്പോൾ ദേഷ്യം വരലൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ നല്ല മഴയത്ത് നമ്മളുടെ വീട്ടിലിരിക്കുമ്പോഴും നമ്മൾ ഇവരെ വിളിക്കുമ്പോൾ കാറ്റായാലും മഴയായാലും ഇടിയായാലും ഒക്കെ അവർ ഓടി വന്നിട്ട് ചെയ്തു തരുന്നുണ്ടല്ലോ. അതന്നെ വലിയൊരു കാര്യമില്ലേ നമുക്ക്. ഈ മഴയത്ത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നൊന്ന് പറഞ്ഞ മാതിരി എന്നും കറണ്ട് പോക്കാം. ഒരു ദിവസത്തിൽ തന്നെ എത്ര പ്രാവശ്യമാണ് പോണ കറണ്ട്? ഒരു പ്രാവശ്യമൊന്നുമല്ല, പല പ്രാവശ്യം. ഇപ്പോൾ അവിടെ കറണ്ട് പോയിട്ടിരിക്കുക ഞാൻ. അപ്പോൾ അതാണ് പറയണത്, ദിവസത്തിൽ തന്നെ എത്ര പ്രാവശ്യം പോകണം കറണ്ട്. പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്തണം ഇവർ? ഒരു ഇലക്ട്രിസിറ്റിയുടെ കീഴിൽ എത്രയോ സ്ഥലങ്ങളുണ്ടാവില്ലേ? അവിടെയൊക്കെ ഇവർ എത്തണ്ടേ, എത്തിയിട്ട് നേരേക്ക് കൊടുക്കണ്ടേ? അപ്പോൾ അവരേനെ സമ്മതിച്ചു. നിങ്ങൾക്കൊക്കെ അഭിപ്രായമാണോ എന്നറിയില്ല. എല്ലാത്തിലും ഉണ്ടാവും നല്ലതും ചീത്തയും. എല്ലാവരും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാത്തിലും നല്ലതും ചീത്തയും ഉണ്ടാവും. ഏത് മനുഷ്യന്മാരിലും ഉണ്ടാവും നല്ലതും ചീത്തയും. പക്ഷെ അവരിലെ നന്മയും നമ്മൾ കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് കാണാണ്ട് പോകാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ അവരുടെ കാര്യം ഇങ്ങനെ ആലോചിക്കപ്പോൾ കറണ്ട് പോയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാവും. അതാവും പോയിണ്ടാവുക. ഇനിയിപ്പോൾ അവർ അതിനുള്ള ഓട്ടപ്പാച്ചിലാവും. എന്തായാലും ആർക്കും ഏത് ജോലിക്കാർക്കും ആപത്തൊന്നും ഇല്ലാണ്ട് മഴക്കെടുതികളൊക്കെ മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞു പൊക്കോട്ടെ, അല്ലേ? ഇന്നിപ്പോൾ ചെറിയൊരു വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. മഴയൊക്കെ ആയ കാരണം ചിലർക്ക് പണി ഉണ്ടാവും, ചിലർക്ക് പണി ഉണ്ടാവില്ല. അങ്ങനത്തെയൊക്കെ ചുറ്റുപാടുകളാവും. മഴക്കാലമായ കഷ്ടകാലത്തിൻ്റെ കാലം എന്നൊക്കെ പറയും പണ്ടൊക്കെ. കാരണം അന്നന്ന് പണിക്ക് പോകുന്ന ആൾക്കാർക്ക് പണിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയല്ലേ. എന്തായാലും ഇപ്പം ഇന്ന് ആർക്കും അങ്ങനെ അത്ര വലിയൊരു കഷ്ടകാലമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഓക്കെ.